വാഗമണ്ണിൽ നിന്നും വെറും 9 കിലോമീറ്റർ മാറിയുള്ളൊരു കൊച്ചു ഗ്രാമമാണ് പുള്ളിക്കാനം. ഇവിടുത്തെ തേയിലക്കാടുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇടയിലൊരു സ്റ്റോൺ ഹൗസിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ പോയ സ്ഥലങ്ങളും ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മിസ്സാക്കാതെ കാണുക. ഇപ്രാവശ്യം നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നത് കുട്ടിക്കാനം ഏലപ്പാറ റൂട്ട് വഴിയായിരുന്നു. ഇത് ഞങ്ങൾ കസിൻസ് എല്ലാം ഒത്തുകൂടിയിട്ടുള്ളൊരു ഫസ്റ്റ് ട്രിപ്പാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു ചെറിയൊരു കടയുടെ സൈഡിലായിട്ട് നമ്മൾ നിർത്തി. അവിടുന്ന് ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങി കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ് കേട്ടോ ഈ ഉപ്പിലിട്ട ഐറ്റംസ്. പിന്നെ അവിടുന്ന് ഒരു ലൈമും കൂടെ കുടിച്ചു. ഇത് ഏലപ്പാറയിൽ നിന്ന് പുള്ളിക്കാനത്തേക്കുള്ള റൂട്ടാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല വെയിലുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒന്നും അറിയുന്നില്ല. നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളൊരു സമയമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്കയും പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ വെച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ വാഗമണ്ണിലേക്ക് എത്താൻ ഇനി കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ കേട്ടോ. ഈ റൂട്ടിൽ കുട്ടികളായിട്ട് വരുന്നവർ കയ്യിൽ മാക്സിമം ഫുഡ് കരുതാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. വാഗമൺ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉള്ളൂ. അങ്ങനെ ഫൈനലി ഒരു 2:30 ആയപ്പോൾ നമ്മൾ വാഗമണ്ണ് എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനുണ്ട്. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യവും നമ്മൾ വാഗമണ്ണ് വന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫുഡ് ഇടുന്ന റെസ്റ്റോറൻ്റാണ് ഇത്. പക്ഷേ ഈ വട്ടം നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര മോശമായിരുന്നു. അതുപോലെ മീൽസൊക്കെ നേരത്തെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായി. അപ്പം നമുക്ക് കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി വാങ്ങിയാണ് പോയത്. ഈ കാണുന്ന വില്ലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്. ഇതിന് 2 സൈഡിലായിട്ട് തേയിലത്തോട്ടമാണ് കേട്ടോ. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. റൂംസൊക്കെ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. ഇവിടുത്തെ സർവീസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ഒറ്റ വില്ലയിൽ 3 ബെഡ്റൂംസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു കോമൺ ഡൈനിങ് ഏരിയയും കൂടിയുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കും കുറച്ച് പ്രൈവസി ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഡയറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഇത് റീസെൻ്റായിട്ട് പണി കഴിപ്പിച്ച വില്ലയാണ്. ഇത് ഫുള്ളി സ്റ്റോൺ വെജ് ആണ് കേട്ടോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പം പൂളിലിറങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ ചേച്ചി ഫാമിലിയും അതിൻ്റെ താഴെ എൻ്റെ അനിയത്തിയും ഫാമിലിയുമാണ്. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം പൂളിൽ ഓട്ടവും ചാട്ടവും കളികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നേ. എത്രയൊക്കെ കയ്യും കാലും ഇട്ടടിച്ചിട്ടും നീന്തൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ പതിയെ അവിടുന്ന് മുങ്ങി. ചെക്കുകൾക്കിടയിൽ ഇതുപോലുള്ള ട്രിപ്പ് നമുക്ക് മനസ്സിന് എന്തോരം സന്തോഷം നൽകുന്നുള്ളത് നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ ട്രിപ്പിൽ ആകെ ഉണ്ടായിരുന്നൊരു പേടി കുട്ടികൾക്ക് ഈ ട്രിപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ക്ലൈമറ്റൊക്കെ സൂട്ടാവുമോ എന്നുള്ളതായിരുന്നു. രണ്ടാൾക്കും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇങ്ങോട്ടുള്ള സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തത് വൈറ്റ് ട്രിപ്പിൻ്റെ സൈറ്റ് വഴിയാണ്. അവരുടെ സർവീസും പരിപാടികളും ഒക്കെ അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരിടത്തേക്ക് സ്റ്റേ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് വൈറ്റ് ട്രിപ്പിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റബിൾ ആണ്. ഇതിവർ പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നൊരു വില്ലയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഒരു വില്ലയുണ്ട് കേട്ടോ. അവിടെ ഒരു ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. കാണുന്ന റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവരൊരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ടൈമിൽ ലൈറ്റ് കിട്ടി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിവിടെ വന്നിട്ട് പുറത്തേക്കൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. അങ്ങനെ പുള്ളിക്കാനം റൂട്ടിൽ നമ്മളൊരു സ്ഥലത്ത് നിർത്തി. അവിടെ കുറേ നേരം ഇറങ്ങി. അവിടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ വാഗമണ്ണ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുള്ളിക്കാനം വാഗമണ്ണ് റൂട്ടാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല നല്ല സീനറീസ് മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ആയിരിക്കും. പിന്നെ നമ്മൾ നേരെ വന്നത് പുള്ളിക്കാനം ജംഗ്ഷനിലേക്കാണ്. ഇതൊരു ചെറിയ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുത്തെ കാപ്പി ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. ഒരുപാട് കടകളും ഒന്നുമുള്ള സ്ഥലമല്ല, പക്ഷേ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചായയും എന്തെങ്കിലും സ്നാക്സും ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സ്നാക്സ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ.
കുട്ടികൾക്കുള്ള ഫുഡൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കിനി വാഗമൺ ടൗണിലേക്ക് പോകണം. ഇത്രയും ചെറിയൊരു ജംഗ്ഷനിൽ ഇതുപോലൊരു കടയുള്ളത് നമ്മളെപ്പോലുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞങ്ങളിവിടുന്ന് ഓർഡർ ആക്കിയത് ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു കേട്ടോ. ചിക്കൻ നഗറ്റ്സ് ഒക്കെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് കിട്ടിയത്. നല്ല അടിപൊളിയായിരുന്നു. എരിവുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുവിന് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് ഒരു സമൂസ ഓർഡർ ചെയ്തത്. സമൂസയുടെ വലിപ്പം കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. ഇത്രയും ചെറിയ സമൂസ ഞങ്ങൾ കാണുന്നതും കുഞ്ഞു കഴിക്കുന്നതും ഇത് ആദ്യമായിട്ടായിരിക്കും. വലിപ്പം കുറച്ച് കുറഞ്ഞാലും നല്ല ടേസ്റ്റൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ നമ്മൾ കഴിച്ച ഫുഡെല്ലാം. പിന്നെ അവിടെ നിന്ന് ഒരു ബ്രൂ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുട്ടികൾക്കുള്ള ഫുഡൊക്കെ നമുക്ക് വാഗമണ്ണിൽ നിന്നാണ് കേട്ടോ വാങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയപ്പം അവിടുത്തെ വ്യൂ ഇതായിരുന്നു. ഇത്രയും നമുക്ക് ഏത് ഫുഡാണോ വേണ്ടത് അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം റെഡിയാക്കി സെറ്റാക്കി ഡൈനിങ്ങിൽ തരും കേട്ടോ. ഞങ്ങൾ ഈ മുകളിലേക്ക് പോകുന്നിടത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ഫാമിലിക്ക് ഫുള്ളിരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. ഇനി നാളെ രാവിലെ വേണം കേട്ടോ പുള്ളിക്കാനം സൈഡിലുള്ള കുറേ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ. അത് ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേ ചെയ്തത് ടിയാൻ സ്റ്റോൺ കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുള്ളിക്കാനമാണ്. സ്റ്റേ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുള്ളിക്കാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളായിട്ട് പാർട്ട് 2 കാണാം. അപ്പോൾ ബൈ.